തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയിലെ വ്യാപാരികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമായി. ഒന്ന്, നഗരത്തിലുടനീളമുള്ള നോ പാർക്കിംഗ് ബോർഡുകൾ എടുത്തുമാറ്റും. രണ്ട്, നഗരത്തിലെ റോഡിന് കുറുകെയുള്ള ഡിവൈഡറുകളും എടുത്തുമാറ്റും. ഇവ 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. നഗരത്തിലെ നോ പാർക്കിംഗ് ബോർഡുകളും റോഡിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറുകളും 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. ഇതോടൊപ്പം പോസ്റ്റ് ഓഫീസ് BSNL റോഡ് വൺ വേ ആക്കുന്നതിനും മാവേലിക്കര ഭാഗത്തുനിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ SES ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയാതെ റെയിൽവേ സ്റ്റേഷൻ വഴി ബസ് സ്റ്റാൻഡിലെത്തണമെന്നും തീരുമാനമുണ്ട്. നിലവിൽ നഗരത്തിൽ പല ഭാഗത്തും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്ത് വാഹനം നിർത്തിയാൽ പോലീസ് പിഴ ഈടാക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് സമിതിയിൽ പോലീസ്, നഗരസഭ, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ തങ്ങൾ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെയാണ് ഇവ നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ടായത്. നഗരത്തിലെ റോഡുകളുടെ നടുക്ക് സ്ഥാപിച്ച ഡിവൈഡറുകളിൽ പരസ്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും തങ്ങൾക്ക് ഒരു പരസ്യ വരുമാനം പോലും ലഭിക്കുന്നില്ലെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഇവ നീക്കം ചെയ്താൽ റോഡിൽ വാഹനങ്ങൾക്ക് എവിടെയും യഥേഷ്ടം ടേൺ എടുക്കാം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കും എന്ന് വന്നപ്പോഴാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇവ നീക്കം ചെയ്യണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പുനരുദ്ധാരണം നടക്കുന്ന പൊടിയാടി മാന്നാർ റോഡിൽ പുളിക്കീഴ് ഭാഗത്ത് ഓടയില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു. ഇവിടെ റോഡ് ഉയർത്തുന്നതിനൊപ്പം ഓടയും നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ രാത്രി തുടങ്ങിയ നിർമ്മാണം ഒഴിവാക്കണമെന്നും പകൽ സമയത്ത് നടത്തിയാൽ മതിയെന്നും ആവശ്യപ്പെടും. പകൽ നിർമ്മാണം നടക്കുമ്പോൾ റോഡ് തടസ്സപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ രാത്രി നിർമ്മാണം നടത്താനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ചേർന്ന സമിതിയിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ആരും പങ്കെടുത്തില്ല. ഒരു ഓവർസിയർ മാത്രമാണ് എത്തിയത്. റോഡ് നിർമ്മാണത്തിനു വേണ്ടി ഗതാഗതം വഴിതിരിച്ചു വിട്ടാൽ ഗതാഗത തടസ്സം ഒഴിവാക്കാം. ഇതിനും നടപടി സ്വീകരിക്കണം. പുളിക്കീഴ് പാലത്തിന്റെ ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കണം. വഴിയോരത്തുള്ള തട്ടുകടകൾ, ഓണക്കാല വിഭവങ്ങൾ നിർമ്മിക്കുന്ന കടകൾ, പച്ചക്കറി കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തുവാനും നിർദ്ദേശിച്ചു. 2 വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തിയ തിരുവല്ലയിലെ ഷീ ലോഡ്ജ് ഇതുവരെ തുറന്നു നൽകാത്തത് വൈദ്യുതി, വാട്ടർ കണക്ഷൻ എന്നിവ കിട്ടാത്തതുകൊണ്ടാണെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. 30-നുള്ളിൽ ഇവ രണ്ടും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ച് ലോഡ്ജ് തുറന്നു കൊടുക്കാനുള്ള നടപടിയും നിർദ്ദേശിച്ചു. പെരിങ്ങര നിരണം കൃഷിഭവനുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ പെരിങ്ങരയിൽ 1 കോടി രൂപയും നിരണത്ത് 110 ലക്ഷം രൂപയും ആവശ്യമാണ്. 3 വർഷം മുമ്പ് അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവെച്ചത് 60 ലക്ഷം രൂപ വീതം മാത്രവും. ആവശ്യമായ തുക ലഭിച്ചാൽ മാത്രമേ കെട്ടിടം പണി തുടങ്ങാനാകൂ എന്നും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണം. സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുന്നത് ഉടനടി വൃത്തിയാക്കാനും നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചു. കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയനയനാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T പ്രസന്നകുമാരി, നിഷ അശോകൻ, അനിരാധ സുരേഷ്, പഞ്ചായത്ത് അംഗം സൂസമ്മ പൗലോസ്, തഹസീൽദാർ സിനിമോൾ മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.